യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 22-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യം പ്രാരംഭമായി വായിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. Ezekiel chapter 22 and verse 30, it says, "So I sought for a man among them who would make a wall and stand in the gap before me on behalf of the land, that I should not destroy it, but I found no one." ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതില് കെട്ടി അതിനു മുമ്പാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു, ആരെയും കണ്ടില്ലതാനും. So what is the word of God speaking to us this morning? 30, verse 30. ഈ 30-ാമത്തെ വാക്യത്തിൽ എന്താണ് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? God is looking for somebody who would stand in the gap. ദൈവം നോക്കുകയാണ്, ഇടിവിൽ നിൽക്കുവാനായി ഒരു വ്യക്തിയെ ദൈവം അന്വേഷിക്കുന്നു. God is looking for somebody who would build. ദൈവം പണിയപ്പെടുവാൻ ആഗ്രഹിക്കുന്നതായ ഒരു വ്യക്തിയെ ദൈവം അന്വേഷിക്കുക. And God is looking for somebody who would stand on behalf of God. ദൈവത്തിന് പകരമായി നിൽക്കേണ്ടതിന് ഒരാളെ ദൈവം അന്വേഷിച്ചുകൊണ്ടിരിക്കുക. But the word of God says he found nobody. ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവം ആരെയും കണ്ടില്ല. What is the reason? Were there not too many people in that land? ആ രാജ്യത്ത് ആൾക്കാരില്ലാഞ്ഞിട്ടാണോ അങ്ങനെ സംഭവിച്ചിരിക്കുന്നത്? Were there not people who were seeking the face of the Lord and praying before God? Why could not God find a man? ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദൈവത്തോട് അടുത്തിരിക്കുകയും ചെയ്യുന്നതായ ഒരു ജനതയായിരിക്കെ ചെയ്ത് എന്തുകൊണ്ടാണ് ഒരാളെ ദൈവത്തിന് കാണാൻ പറ്റാതെ പോയത്? Everybody wants to do something extravagant, but nobody wants to stand in the gap. അനേക ആൾക്കാർക്ക് പല കാര്യങ്ങൾ ചെയ്യുവാൻ താല്പര്യമുണ്ടെങ്കിലും ഇടിവിൽ നിൽക്കുവാനാണ് ആളില്ലാതെ പോയത്. You want to be a worship leader, but you don't want to stand in the gap. ഒരു പക്ഷെങ്കിൽ നീ ദൈവത്തെ ആരാധിക്കുന്ന ലീഡറായിട്ട് ആകാൻ ആഗ്രഹിക്കുന്നതായിരിക്കാം, പക്ഷേ ഇടിവിൽ നിൽക്കുവാൻ നിനക്ക് താല്പര്യമില്ല. You want to become a big preacher, but you don't want to stand in the gap. ഒരു പക്ഷെങ്കിൽ അറിയപ്പെടുന്ന ഒരു പ്രസംഗിയായി മാറുവാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം, പക്ഷേ ഇടിവിൽ നിൽക്കുവാനായിട്ട് നിനക്ക് മനസ്സില്ല. You may think that if you do everything will be okay, that kind of thing, but you don't want to stand in the gap. ഒരു പക്ഷെങ്കിൽ ഞാൻ വിചാരിക്കുന്ന ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ശരിയാണ്, നന്നായി എനിക്ക് മാത്രം ചെയ്യാൻ കഴിയൂ എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, പക്ഷേ ഇടിവിൽ നിൽക്കുവാനായിട്ട് കഴിയാതെ പോകുന്നു. But God is looking for people who would stand in the gap. ദൈവം നോക്കുന്നത് ഇടിവിൽ നിൽക്കുവാനായി ആഗ്രഹിക്കുന്ന താല്പര്യമുള്ള ഒരു വ്യക്തിയെ ദൈവം അന്വേഷിക്കുക. When God is deciding something, He is looking for people who would stand in the gap. ദൈവം ആഗ്രഹിക്കുന്ന കാര്യം ചെയ്യാനായി ഇടിവിൽ നിൽക്കുവാൻ ഒരു വ്യക്തിയെ ദൈവം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. We often read Ezekiel chapter 22 verse 30. We preach and we go ahead. We don't look the portions before that. നാം യെഹെസ്കേൽ 22-ാം അധ്യായം 30-ാം വാക്യം വായിച്ച് പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യാറുണ്ടെങ്കിലും അതിന്റെ പുറകിലുള്ള വാക്യങ്ങൾ പലപ്പോഴും വായിച്ച് ധ്യാനിക്കാതെ വിട്ടുകളയാറുണ്ട്. Let's look into some of the verses this morning. ഈ രാവിലെ സമയം അതിലെ ചില വാക്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ്. Let's look to verse 24 this morning. ഈ രാവിലെ സമയം 24-ാമത്തെ വാക്യം മുതൽ നമുക്ക് ചിന്തിക്കാം. Right, it says, "Son of man, say to her, you are a land that is not cleansed or rained." ഇവിടെ പറഞ്ഞിരിക്കുന്ന മനുഷ്യപുത്ര, നീ അതിനോട് പറയേണ്ടത്, ക്രോധ ദിവസത്തിൽ നീ ശുദ്ധിയില്ലാത്തതുമായ ഒരു ദേശത്താണ് ഇരിക്കുന്നത്. You are a land which is not cleansed or not rained upon. ഈ പാർക്കുന്നതായ ഈ സ്ഥലം ശുദ്ധിയില്ലാത്തതും മഴയില്ലാത്തതുമായ ഒരു ദേശമാണ്. So why is the Lord looking for somebody to stand in the gap? ദൈവം എന്തുകൊണ്ടാണ് ഇടിവിൽ നിൽക്കുവാൻ ഒരു വ്യക്തിയെ അന്വേഷിക്കുന്നു ചോദിച്ചാൽ, Because the Lord found that the land is not clean. കാരണം ദൈവം മനസ്സിലാക്കി ആ ദേശം ശുദ്ധിയില്ലാത്തൊരു ദേശമാണ്. Because God found that it has not rained in this land for many times, seasons. വർഷങ്ങളായിട്ട് ആ ദേശത്ത് മഴയില്ലാത്തതാണെന്നുള്ള കാര്യം ദൈവത്തിന് മനസ്സിലാക്കി. So when God wants to clean, when God wants to rain, He is looking for somebody who would stand in the gap for God to perform that. ആ ദേശത്തെ ശുദ്ധിയുള്ളതാക്കി തീർക്കുവാനും മഴ പെയ്യിക്കേണ്ടതിനുമായി ഒരു വ്യക്തി ഇടിവിൽ നിൽക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. And verse 25 says, "The conspiracy of our prophets," and it goes on to say, "has devoured people. They have taken treasures and precious things." ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ നടുവിൽ അതിലെ പ്രവാചകന്മാരുടെ ഒരു കൂട്ടുകെട്ടുണ്ട്. അങ്ങനെ പല നല്ലതായ പ്രതികൂലകരമായ അവസ്ഥകൾ ഇവിടെ കാണുന്നുണ്ട്. So what are the prophets doing in this land? ആ സ്ഥലത്ത് ഈ പ്രവാചകന്മാർ എന്താണ് ചെയ്യുന്നത്? The one who have been called to speak on behalf of God. ദൈവത്തിന് പകരമായി സംസാരിക്കുവാൻ വിളിക്കപ്പെട്ടതായ പ്രവാചകന്മാർ എന്ത് ചെയ്യുന്നു? The prophets who have been called to bring the word
word of God saying to people, thus says the Lord. What are they doing? ഈ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടതായ ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പറയേണ്ടതായ പ്രവാചകന്മാർ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്? The word of God says they are conspiring against the nation. അവര് ആ പ്രവാചകന്മാർ ചെയ്യുന്ന കാര്യം വലിയൊരു കൂട്ടുകെട്ടുണ്ടാക്കിക്കൊണ്ട് നടുവിൽ അവർ പ്രവർത്തിക്കുകയാണ്. They are doing some kind of conspiracy among the people. അവർ ജനത്തിന്റെ ഇടയിൽ അവർക്ക് ദ്രോഹം ചെയ്തുകൊണ്ട് പ്രതികൂലകരമായ ചില കാര്യങ്ങൾ അവർ ചെയ്യുകയാണ്. These people who have been called to save the nation, they are devouring the people, destroying them. ആ ദേശത്തെ രക്ഷിക്കുവാനായി തെരഞ്ഞെടുക്കപ്പെട്ടതായ വേർതിരിക്കപ്പെട്ടതായ ജനം ആ ദേശത്തെ നശിപ്പിക്കുന്ന പ്രവർത്തികൾ അവർ ചെയ്യുകയാണ്. And it says they are taking away the treasures and the precious things of the land. ആ ദേശത്തിലെ നിക്ഷേപങ്ങളെയും വിലയേറിയ വസ്തുക്കളെയും അവരെ അപഹരിച്ചു കൊണ്ടുപോകുന്നതായി കാണുവാൻ കഴിയുന്നു. Someone who need to be dependent on the Lord are looking at the precious things of the world. ദൈവത്തിൽ ആശ്രയിച്ചിരിക്കുന്ന പറയുന്ന വ്യക്തി ലോകത്തിലെ വിശേഷ വസ്തുക്കളിലേക്ക് തന്റെ ദൃഷ്ടി പതിപ്പിച്ചിരിക്കുകയാണ്. The people who have been called to serve the Lord, they are serving their own needs. ആമീൻ. ദൈവത്തെ സേവിക്കേണ്ടതിനായി വിളിക്കപ്പെട്ടതായ ജനം അവരുടെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ളതായ നെട്ടോട്ടവരോടുകയാണ്. Such is the situation of the land at that time. ആ നിലയിലുള്ളതായ ഒരു സാഹചര്യമാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. That is why God is looking for somebody to stand in the gap. അതുകൊണ്ടാണ് ദൈവം പറയുന്നത് എനിക്ക് വേണ്ടി ഇടിവി നിൽക്കുവാൻ ഒരു വ്യക്തിയെ ആവശ്യമുണ്ട്. Look to verse 26. 26-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ priests have violated my law and profaned my holy things. അവര് വിശേഷ വസ്തുക്കളെ അശുദ്ധമാക്കുന്നു, ദൈവത്തോട് അവര് ദ്രോഹം ചെയ്യുന്നു. What are the priests doing? എന്താ പുരോഹിതന്മാർ ചെയ്യുന്നത്? The priests were supposed to lead the people into worship. പുരോഹിതന്മാർ ജനത്തെ ആരാധനയിലേക്ക് The നയിക്കപ്പെടേണ്ടവരാണ്. priests were supposed to bring sacrifices before God. ദൈവത്തിന്റെ മുമ്പാകെ യാഗാർപ്പണം അർപ്പിക്കേണ്ടവരായ പുരോഹിതന്മാർ The priests were supposed to do everything according to the law of the Lord. ദൈവത്തിന്റെ നിയമപ്രകാരം കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടതായ പുരോഹിതന്മാർ What are they doing? അവരെന്താ ചെയ്യുന്നത്? They are violating the laws of the Lord. അവർ ദൈവത്തിന്റെ നിയമത്തെ അശുദ്ധമാക്കി അതിനെ അവഗണിച്ചുകൊണ്ട് മുൻപോട്ട് They are പോവുകയാണ്. profaning the holy things of the Lord. ദൈവത്തിന്റെ വിശുദ്ധ വസ്തുക്കളെ അവർ അശുദ്ധമാക്കുകയാണ്. It says that they do not distinguish between holy and unholy. അവര് വിശുദ്ധവും അശുദ്ധവുമായും തമ്മിൽ വേർതിരിക്കാതെ മുൻപോട്ട് പോവുകയാണ്. They do not distinguish between unclean and clean. അവര് വിശുദ്ധമായതും അശുദ്ധമായതും തമ്മിൽ വേർതിരിക്കാതെ ചില പ്രവർത്തികളെ ചെയ്യുകയാണ്. Hallelujah. The New Testament believers this morning, you who have been called to be a priest in the kingdom of God. പുതിയ നിയമവിശ്വാസികളെ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് അവന്റെ സന്നിധിയിൽ നാം പുരോഹിതന്മാരായി നിൽക്കേണ്ടവരാണ്. Are we distinguishing between what is holy and unholy? എന്നാൽ രാവിലെ സമയം ചോദിക്കട്ടെ, നാം വിശുദ്ധവും അശുദ്ധമായതിനെ എങ്ങനെയാണ് വേർതിരിച്ചിരിക്കുന്നത്? Are we differentiating between what is clean and what is unclean? വിശുദ്ധമായതും അശുദ്ധമായതിനെ തമ്മിൽ എന്ത് വ്യവസ്ഥയിലാണ് നാം അതിനെ വേർതിരിച്ചിരിക്കുന്നത്? If we come before God without holiness, God is not going to receive us. ദൈവമുള്ളവരെ, നാം ദൈവത്തിന്റെ സന്നിധിയിൽ അശുദ്ധമായ അനുഭവമായി കടന്നു വരികയാണെങ്കിൽ ദൈവം നമ്മെ സ്വീകരിക്കുകയില്ല. Our lips needs to be holy before God. നമ്മുടെ അധരങ്ങൾ ദൈവസന്നിധിയിൽ Our വിശുദ്ധമായിരിക്കണം. tongues need to be holy before God. നാവ് ദൈവസന്നിധിയിൽ Our വിശുദ്ധമായിരിക്കണം. tongues need to be clean before God. ദൈവത്തിന്റെ സന്നിധിയിൽ നാവ് ശുദ്ധമുള്ളതായിരിക്കണം. Our imaginations need to be holy before God. നമ്മുടെ ചിന്തകൾ ദൈവസന്നിധിയിൽ വിശുദ്ധമായിരിക്കണം. You as a priest need to do everything which is holy before God. ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ വിശുദ്ധമായി നിൽക്കപ്പെടുവാൻ വിളിക്കപ്പെട്ട പുരോഹിതന്മാരാണെന്ന് തിരിച്ചറിയണം. If you are a priest, you need to do everything according to the law of the Lord. ദൈവത്തിന്റെ നിയമപ്രകാരമുള്ള കാര്യങ്ങൾ മാത്രമേ ഒരു പുരോഹിതനായ നിനക്ക് ചെയ്യുവാൻ കഴിയത്തുള്ളൂ. The work that you do with your hands need to be holy. നിന്റെ കരം കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തി വിശുദ്ധമായിരിക്കണം. The feet where it walk to, it should be a holy place. അവൻ നടക്കുന്നതായ നമ്മുടെ കാലുകൾ കൊണ്ട് നാം വിശുദ്ധമായ സ്ഥലത്തേക്ക് പോകാം. Every thoughts that we have should be holy before God. ദൈവത്തിന്റെ സന്നദ്ധിയിൽ എല്ലാ ചിന്തകളും വിശുദ്ധമായിരിക്കട്ടെ. Remember, if God do not find you holy before Him, if God finds you breaking the laws of the Lord, remember He is a God who will take account of it. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ നിയമങ്ങളെ നാം പാലിക്കാത്തവരും അതിനെ വയലേറ്റ് ചെയ്യുന്നവരുമായി മുൻപോട്ട് പോവുകയാണെങ്കിൽ ദൈവം നമ്മെ ശിക്ഷിക്കാതെ വിടുകയില്ല എന്ന് ഇന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ. The priests have been given a duty before God. നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു കടമയുണ്ട്. The priests have been called to lead people into God. ദൈവത്തിന്റെ
അടുക്കലേക്ക് ജനത്തെ നയിക്കുവാനായി വിളിക്കപ്പെട്ടവരാണ് പുരോഹിതന്മാർ. Are we taking people away from God? നാം ജനത്തെ ദൈവത്തിൽ നിന്ന് അകറ്റി കളയുകയാണോ? What are we doing these ഈ days? ദിവസങ്ങളിൽ നാം എന്താണ് Look ചെയ്യുന്നത്? at the priesthood around us. നമ്മുടെ ചുറ്റുപാടുള്ള പുരോഹിതന്മാരെ നോക്കുക. Hallelujah. You know, everybody is a priest these days. എല്ലാവരും ഈ ദിവസങ്ങളിൽ പുരോഹിതന്മാരാണ്. Whether you have a call or not, you are a priest. ഞാൻ വിളിയുണ്ടോ തെരഞ്ഞെടുപ്പുണ്ടോ വിഷയമല്ല, എല്ലാവരും പുരോഹിതന്മാരാണ്. If you have dollar power, you are a priest. അവൻ ഡോളറിന്റെ ശക്തി ഉണ്ടെങ്കിൽ നമുക്കൊരു പുരോഹിതനായി തീരാൻ കഴിയും. Come on, you need to have a call to be a priest before God. പ്രിയമുള്ളവരെ, ദൈവത്തിന് ശുശ്രൂഷ ചെയ്യണമെങ്കിൽ നിനക്കൊരു വിളി ഉണ്ടായിരിക്കണം. You need to be anointed by God to be a priest before God. ദൈവത്താൽ അഭിഷക്തനായിരിക്കണം, This പുരോഹിതനായിരിക്കണം. is a ministry which accounts accountability before God. ഇത് ദൈവസന്നിധി കണക്ക് ബോധിപ്പിക്കേണ്ട ശുശ്രൂഷയാണെന്ന് നാം തിരിച്ചറിയണം. Priesthood is something, a ministry which is appointed by God. അവൻ ദൈവിക ശുശ്രൂഷ എന്ന് പറയുന്നത് അത് ദൈവത്താൽ ക്രമീകരിക്കപ്പെടുന്നതായിരിക്കണം. Hallelujah. Anybody who has strength, who has wealth, who can do something, they want to be a priest these days. അവൻ പരഭൗതികമായ പല കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ളവരെല്ലാം ഈ നാളുകളിൽ പുരോഹിതന്മാരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. That's not my topic this day. One of these days I'm going to speak more on that. ഇന്നത്തെ വിഷയം എന്റെ അതല്ല, വരും ദിവസങ്ങളിൽ ഞാൻ ശുശ്രൂഷിച്ചോളാം. Hallelujah. It says in verse 26, hidden their eyes from my Sabbath. ആ ശബത്തിനെ നോക്കാതെ വണ്ണം അവർ കണ്ണു മറച്ചു കളയുന്നു. What are we doing these days? ഈ ദിവസങ്ങളിൽ നമ്മൾ എന്താ We are ചെയ്തുകൊണ്ടിരിക്കുന്നത്? not keeping the Sabbath holy. നമ്മൾ ശബത്തിനെ വിശുദ്ധമായി കാണാറില്ല. Hallelujah. We do not have time for God. നമുക്ക് ദൈവത്തിന് വേണ്ടി ചിലവഴിക്കുവാൻ സമയമില്ലാതെ പോവുകയാണ്. Amen. This virus has really helped us. ഈ വൈറസ് വളരെ നിലയിൽ നമ്മെ സഹായിച്ചിട്ടുണ്ട്. We didn't want to come to church anyway. Now it's more easy for us. അത് ചർച്ചയിൽ വരാതെ നമുക്ക് വളരെ ലാഘവത്തോടെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നു. Hallelujah. We have prayer lines, but it is only for few people. നമുക്ക് prayer line ഉണ്ട്, പക്ഷേ വളരെ കുറച്ച് ആൾക്കാർക്ക് വേണ്ടി മാത്രം. Oh, from March to this day, I've been looking at the logs, and I know how many people get into the prayer line every day. മാർച്ച് മുതൽ ഇന്നലെ വരെയുള്ളതായ ദിവസങ്ങളിൽ ആരൊക്കെ കയറി എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് വ്യക്തമായ രേഖകളുണ്ട്. So I know, how close we are to God. നമുക്കറിയാം നമ്മൾ എത്രമാത്രം ദൈവത്തോട് അടുത്തായിരുന്നു. There are so many things available these days, so why should we, plug into our church thing? വേറെ ഒത്തിരി കാര്യങ്ങൾ ലോകത്തിലുണ്ടല്ലോ, പിന്നെ എന്തിനാ അവര് നമ്മുടെ സഭയിലോട്ട് ഈ പ്രയർ ലൈനിൽ കയറുന്നത്? There are so many good things happening around, so many Zoom meetings happening around, so many other worships happening around, so why should we get into something happening here? വേറെ പുറത്ത് ധാരാളം Zoom മീറ്റിങ്ങുകളും പല മീറ്റിംഗ് നടക്കുമ്പോൾ ഇത് എന്തിനാണ് നമ്മുടെ ചർച്ചിന്റെ മീറ്റിംഗിൽ കയറേണ്ട ആവശ്യം എന്താ? So what is God saying here? You have hidden your eyes from my Sabbath. ദൈവത്തിന്റെ വചനം പറയുന്നു, ശബത്തിനെ നോക്കാതെ വേണം നിങ്ങളുടെ കണ്ണുകളെ നിങ്ങൾ മറച്ചു കളഞ്ഞു. God wants us to keep the Sabbath holy. നമ്മൾ ദൈവത്തിന്റെ ശബത്തുകളെ വിശുദ്ധമായി കാക്കപ്പെടേണ്ടവരാണ്. Me and all of us, our families, me and you and your generation should be in the presence of God when it comes to a Sabbath day. ഒരു ദൈവാരാധനയ്ക്കുള്ള സമയമാകുമ്പോൾ ഞാനും ഉൾപ്പെടെ നമ്മൾ എല്ലാവരും നമ്മുടെ കുഞ്ഞുകുട്ടി ആഭാരവർത്തും ആ ദിവസം ദൈവസന്നിധി വരുവാൻ വിളിക്കപ്പെട്ടവരാണ്. For some, Sunday is the best day to travel. പലർക്കും സൺഡേ ആണ് ഏറ്റവും യാത്രയ്ക്ക് അനുയോജ്യമായ ദിവസം. For some, Sunday is the best day to go for a meal, to freak around, do anything that they want to do. സൺഡേ ദിവസമാണ് കൂട്ടുകാർ ഒരുമിച്ച് ഒരു വിരുന്നിന് പോകുവാൻ പറ്റിയ ദിവസം. So these are the conditions which Prophet Ezekiel, God is talking to Prophet Ezekiel. ഈ ഒരു നിലവാരത്തിലുള്ള ജനതയെ നോക്കിക്കൊണ്ടാണ് യെഹെസ്കേലിനോട് ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. Come to verse 27. 27ാമത്തെ വാക്യത്തിലേക്ക്. Her princes are like wolves. അതിലെ പ്രഭുക്കന്മാരെ ചെന്നായ്ക്കളെ പോലെയായി. What are they doing? They are destroying people. അവരെന്താണ് ചെയ്യുന്നത്? കടിച്ചു കീറുന്നവരായി മാറി. What are they doing? They are getting dishonest gains from others. അവരെ കടിച്ചു കീറി മറ്റുള്ളവരെ കൊണ്ട് ലാഭമുണ്ടാക്കുന്നവരായിട്ട് മാറുകയാണ്. So this is the condition that the land is in. ആ ദേശത്തിന്റെയായ അവസ്ഥ ഇപ്രകാരമായി പോയി. What is the condition that we look around us? നമ്മുടെ ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങൾ എങ്ങനെയിരിക്കുന്നു? Do we see unholy things around us? നമ്മുടെ ചുറ്റുപാടും അശുദ്ധമായ വസ്തുക്കളെ കാണുന്നുണ്ടോ? Do we see unclean things around us? നമ്മുടെ ചുറ്റുപാടും അശുദ്ധമായ വസ്തുക്കളെ നമ്മൾ കാണുന്നുണ്ടോ? Do we see priests and prophets walking away from God? ദൈവത്തിൽ നിന്ന് പ്രവാചകന്മാരും പുരോഹിതന്മാരും അകന്നു പോകുന്നത് കാണുന്നുണ്ടോ? Do we see princes who are destroying people? പ്രഭുക്കന്മാർ
പ്രഭുക്കന്മാർ ജനത്തെ നശിപ്പിക്കുന്ന ദുരവസ്ഥ നിങ്ങൾ In കാണുന്നുണ്ടോ? such a situation, God is saying, I am looking for a man who will stand in the gap for my nation. പ്രകാരമുള്ള എല്ലാവരുമായ ദുരവസ്ഥയുടെ നടുവിലും ദൈവം ചോദിക്കുകയാണ്, ഇടിവി നിൽക്കുവാൻ ഒരുവനെ ഞാൻ അന്വേഷിക്കുന്നു. God is looking for somebody so he can bring a change in that society. ആ ജനത്തിന്റെ മധ്യത്തിൽ ഒരു വലിയ വ്യത്യാസം വരുത്തുവാൻ ദൈവം ആഗ്രഹിച്ചുകൊണ്ട് ചോദിക്കുകയാ, ആരെങ്കിലുമുണ്ടോ? You child of God, if you decide to stand in the gap, God will bring a mighty change among us. ദൈവമൈതലേ, ഈ സാഹചര്യ നടുവിൽ ഞാൻ നിങ്ങളുടെ മേൽ ഇടയ്ക്ക് നിൽക്കുവാൻ തയ്യാറാകുന്നെങ്കിൽ ദൈവം ഒരു വലിയ വ്യത്യാസം വരുത്തുവാൻ ആഗ്രഹിക്കുന്നു. Looking at everything happening around you, if you are willing to stand in the gap, God will do his work among us. ഈ പ്രതികൂലകരമായ സാഹചര്യ മധ്യത്തിൽ ഇടിവി നിൽക്കുവാൻ നിങ്ങൾ തയ്യാറായാൽ ദൈവം ഒരു വലിയ വ്യത്യാസം വരുത്തുവാൻ ആഗ്രഹിക്കുന്നു. Remember, it is God who is looking for somebody to stand in the gap. ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഇടിവി നിൽക്കുവാൻ ആരെങ്കിലുമുണ്ടോ? It is God who wants to have somebody to stand in the gap. ദൈവത്തിന് ഇടിവി നിൽക്കുവാൻ ഒരാളെ വേണമെന്ന്. But God is saying he cannot find anyone. ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവം പറയുന്നു, ഞാൻ ആരെയും കണ്ടില്ല. God is looking for somebody who can stand and build the wall. ദൈവം നോക്കുകയാണ്, പണിയപ്പെടുവാൻ ഉള്ള ഒരാളെ. Hallelujah, there are walls which are broken down. അതിനുള്ളതായ മതിലുകൾ ഇടിഞ്ഞു പോയതാണ്. The wall of unity is gone down. ഐക്യതയുടെ മതില് ഇടിഞ്ഞു പോയതാണ്. The wall of trust has broken down. വിശ്വാസത്തിന്റെ മതിലുകൾ ഇടിഞ്ഞുപോയി. The wall of love has broken down. സ്നേഹത്തിന്റെ മതില് ഇടിഞ്ഞുപോയി. The wall of faithfulness has broken down. വിശ്വസ്തയുടെ മതില് ഇടിഞ്ഞുപോയി. God is looking unto you. God is looking for you to stand in the gap so that God can help you to build those walls. ദൈവം നിന്നെ തന്നെയാണ് ദൈവം നോക്കുന്നത്. ആ ഇടിവിന്റെ നടുവിൽ നിന്നുകൊണ്ട് അതിനെ പണിതുയർത്തേണ്ടതിനാണ്. Whatever is broken, God can use you to build it up. എന്തെല്ലാം തകർന്ന് സംഭവിച്ചാലും അതിന്റെ മധ്യത്തിൽ ദൈവത്തിന് നിന്നെ ഉപയോഗിക്കാനായിട്ട് കഴിയും. God can see there's so many things which are broken down. ചുറ്റുപാടിലേക്ക് നോക്കുമ്പോൾ അനേക അവസ്ഥകൾ ഇടിഞ്ഞു കിടക്കുന്ന ദൈവം കാണുന്നു. God can see that it is broken down. ദൈവം അത് കാണുകയാണ് ഇടിഞ്ഞു കിടക്കുന്നത്. We can live saying that no, nothing is happening. നമുക്ക് പറയാം, ഒന്നും സംഭവിച്ചിട്ടില്ല, ഒരു കുഴപ്പവുമില്ല. But will open your spiritual eyes. ഹൃദയ കണ്ണുകളെ, ആത്മീയ കണ്ണുകളെ തുറക്കുക. Open your spiritual eyes. ആത്മീയ കണ്ണുകളെ തുറക്കുക. The devil has done enough damage. പിശാച് വളരെ ദോഷം ചെയ്തു. The devil has entered into the hearts of people and destroying. പിശാച് ദൈവ ജനത്തിന്റെ മധ്യത്തിൽ വന്ന് വളരെ നാശം ചെയ്തിരിക്കുക. It is time for people to rise up and stand in the gap. ഈ സമയം ജനം ഉണർന്നെഴുന്നേൽക്കട്ടെ, ഇടിവി നിൽക്കുവാൻ തയ്യാറാകട്ടെ. It is time for people to rise up and build up the walls. ഈ സമയം ദൈവജനം എഴുന്നേറ്റ് പണിയാൻ തുടങ്ങട്ടെ. If you will stand up, God is going to help you to build those walls. ദൈവം നിങ്ങൾ എഴുന്നേൽക്കാൻ തയ്യാറാണെങ്കിൽ ദൈവം നിങ്ങളെ സഹായിച്ചിട്ട് അത് പണിയാനായിട്ട്. Every wall which is broken, God will give you the strength to build it up. ഇടിയപ്പെട്ട വസ്തുക്കൾ പണിയാൻ ആവശ്യമായ ബലം ദൈവം നമ്മുടെ മേൽ പകരപ്പെടുവാനിടയായി തരും. Remember, you are going to stand on behalf of God. ഓർക്കുക, നിങ്ങൾ ദൈവത്തിന് പകരമായിട്ടാണ് ആ ഇടിവിൽ നിൽക്കുവാനായിട്ട് പോകുന്നത്. What is the decision of the Lord? ദൈവത്തിന്റെ തീരുമാനം എന്താണ്? He wants to destroy the land. ആ രാജ്യത്തെ നശിപ്പിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. From verse 24 on, we read many things. Because of that, God wants to destroy the land. 4 മുതൽ വായിച്ചു വരുമ്പോൾ ഇന്ന കാര്യങ്ങളാൽ ഞാൻ ഈ ദേശത്തെ നശിപ്പിക്കാനായിട്ട് പോകുകയാണ്. Look into our lives this morning. രാവിലെ സമയം നമ്മുടെ ദൈവത്തെ ശോധന ചെയ്യാം. If God points at 1, 2, 3, 4, 5, there are so many things because of which God can decide that He wants to destroy us. ദൈവം അക്കമിട്ട് 1, 2, 3, 4, 5 എന്ന് എണ്ണി പറയുന്ന വസ്തുക്കൾ നിമിത്തമായി ദൈവദേശത്തെ നശിപ്പിക്കാനായിട്ട് പോകുകയാണ്. Let's check into our lives this morning. രാവിലെ സമയം നമ്മുടെ ഹൃദയത്തെ നമുക്ക് ശോധന ചെയ്യാം. What are the things which God is finding in our heart? നമ്മുടെ ജീവിതത്തിലെ എന്ത് കാര്യമാണ് ദൈവം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്? What are the words which God can find in our lives? നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം വാക്കുകളാണ് ദൈവത്തിന് പറയാനുള്ളത്? What are the words which we have done which is against the will of God? ദൈവത്തിനല്ലാതെ പറഞ്ഞു പോയ എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്? When God looks into all these things, what is the decision of God concerning you and your family? നമ്മെ നന്നായി ശോധന ചെയ്യുന്നവൻ ഇതെല്ലാം നമ്മെ കാണുമ്പോൾ എന്ത് തീരുമാനമായിരിക്കും ദൈവം എടുക്കാൻ പോകുന്നത്? God is saying, I'm looking for somebody to stand in the gap. ദൈവം ചോദിക്കുകയാണ്, ഇവിടെ നിൽക്കുവാൻ ഞാൻ ഒരാളെ അന്വേഷിക്കുന്നു. I'm looking for somebody who can build the wall. അവൻ മതിലുകളെ പണിയുവാൻ ഒരാളെ ഞാൻ അന്വേഷിക്കുന്നു. Listen to me, child of God, this morning. ഈ രാവിലെ സമയം ദൈവത്തിനെ ശ്രദ്ധിക്കണം. You may see brokenness around you. ചുറ്റുപാട് തകർന്നു കിടക്കുന്ന
അനുഭവങ്ങളെ നിങ്ങൾ You may see walls broken down around you. ചുറ്റുപാടുകൾ തകർന്നു കിടക്കുന്ന അനുഭവങ്ങളെ നിങ്ങൾ You may see relations broken down among you. അനേക വ്യവസ്ഥ ഇടിഞ്ഞിടക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ട്. But God can help you build it up. ദൈവം അത് പണിയാൻ നിങ്ങളെ Only സഹായിക്കും. God can help you build it up. ദൈവത്തിന് മാത്രമേ സഹായിക്കാൻ കഴിയൂ. Be a man who will stand on behalf of God. ദൈവത്തിന് പകരമായി നിൽക്കുവാൻ തയ്യാറാണോ? Be a servant of God who will stand on behalf of God. ദൈവത്തിന് ദാസനായ ദൈവത്തിന് വേണ്ടി നിൽക്കാൻ കഴിയുമോ? Be somebody, a family who will stand on behalf of God. ദൈവത്തിന് പകരമായി നിൽക്കുവാൻ കഴിയുമോ? God wants you, child of God. ദൈവത്തിന്റെ ആവശ്യം. God wants your family, child of God. ദൈവത്തിന്റെ കുടുംബത്തെ ദൈവത്തിന് God ആവശ്യമുണ്ട്. wants your church, child of God. ദൈവത്തിന് സഭയെ ആവശ്യമുണ്ട്. Because God wants to build it up. ദൈവത്തിന് പണിയാൻ God do not want to destroy it. നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നു. God wants to build it up. ദൈവത്തിന് പണിയാൻ He is looking for your generation. തലമുറയെ നോക്കിക്കൊണ്ടിരിക്കുന്നു. He is looking for you. അവൻ നിന്നെ നോക്കുകയാണ്. Stand up this morning. രാവിലെ എഴുന്നേൽക്കുക. Stand in the gap this morning. ജീവിതത്തിലേക്ക് എഴുന്നേൽക്കുക. God will anoint you. ദൈവത്തിന് എഴുന്നേൽക്കുക. God will anoint you. ദൈവത്തിന്റെ അഭിഷേകം ചെയ്യുക. God will strengthen you. ദൈവത്തിനെ ശക്തീകരിക്കുക. You are going to be the person with God you will use. ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയായി എഴുന്നേൽക്കുക. You will be the person whom God will use for His glory. ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി ദൈവത്തിനെ ഉപയോഗിക്കാൻ If God is going to build it up, nobody can destroy it. ദൈവം പണിയാൻ തുടങ്ങിയാൽ ആർക്കും നശിപ്പിക്കാൻ കഴിയില്ല. Listen, child of God. എല്ലാവരും സമയം ശ്രദ്ധിക്കണേ. When God is building you, nobody can destroy you. ദൈവത്തിനെ പണിയാൻ തുടങ്ങിയാൽ ആർക്കും നശിപ്പിക്കാൻ When കഴിയില്ല. God is building up the walls, nobody can bring it down. ദൈവം പണിതാൽ ആർക്കും തടയുവാൻ കഴിയുന്നതല്ല. Let the Lord build this morning. ഇതാകുന്ന സമയം ദൈവം പണിയട്ടെ. Let the Lord build this morning. ദൈവം പണിയട്ടെ. Let the Lord build this morning. ദൈവം രാവിലെ സമയം പണിയട്ടെ. Everything let the Lord build this morning. രാവിലെ സമയം ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം Let the work of the Lord begin. ദൈവത്തിന്റെ പ്രവൃത്തി ആരംഭിക്കട്ടെ. Let the work of the Lord begin in His house this morning. ഈ ആലയത്തിനകം ദൈവപ്രവൃത്തി ആരംഭിക്കട്ടെ. God is looking for you this morning. ഈ രാവിലെ സമയം ദൈവത്തിനെ നോക്കുകയാണ്. Everybody who is listening to the word this morning. ഈ രാവിലെ സമയം അതിനെ കേൾക്കുന്ന എല്ലാവരുമേ. Every sisters and every brothers this എല്ലാ morning. സഹോദരന്മാരും സഹോദരിമാരുമേ. God wants you. ദൈവത്തിന്റെ ആവശ്യമുണ്ട്. God wants you. ദൈവത്തിന്റെ ആവശ്യമുണ്ട്. Get up this morning. എഴുന്നേൽക്കുക. Stand in the gap. ദൈവത്തിന് വേണ്ടി കേൾക്കുന്നത് Be a person who will stand on behalf of the Lord. ദൈവത്തിന് പകരമായി നിൽക്കുവാൻ എഴുന്നേൽക്കുക. Is your family broken this morning? ഈ രാവിലെ സമയം കുടുംബ തകർച്ചയിലാണോ? Stand in the gap. ഇടിവിൽ നിൽക്കുക. God will build it up. ദൈവം നമുക്ക് വേണ്ടി പണിയോ? Are you afraid of your future? Stand in the gap. God is going to build it up. ഭാവിയെ കുറിച്ച് ആശങ്കരായിരിക്കുന്നുവോ? എഴുന്നേൽക്കുക. ദൈവത്തിന് വേണ്ടി നിൽക്കുക. Are you worried about your health and sickness? Stand in the gap. God is going to bring good health into your life. ആരോഗ്യത്തെ കുറിച്ച് ഭാരപ്പെടുന്നവരായിട്ടിരിക്കുന്നു. എഴുന്നേൽക്കുക. ദൈവത്തിനെ ശക്തീകരിക്കൂ. Anything which concerns you this morning, get up, stand, because God is the one who's going to strengthen you. നിങ്ങളെ വ്യാകുലപ്പെടുത്തുന്ന ഏത് അവസ്ഥയാണെങ്കിലും എഴുന്നേറ്റ് ഇടിവിൽ നിൽക്കുക. ദൈവത്തിനെ ശക്തീകരിക്കൂ. God is looking for somebody this morning. ഈ രാവിലെ സമയം ദൈവത്തെ നോക്കുകയാണ്. Can you say, Lord, I want to be that person. ദൈവമേ, ആ വ്യക്തി ഞാനായിരിക്കാൻ ആഗ്രഹിക്കുന്നു. I want to be the builder. ഞാനൊരു പണിക്കാരനാകാൻ ആഗ്രഹിക്കുന്നു. I don't want to be the destroyer. ഞാൻ നശിപ്പിക്കുന്നവനായി തീരാതെ. I don't want to be somebody who pulls down. അവൻ ഞാൻ താഴേക്ക് വലിച്ചിടുന്നവനായി തീരാതെ. I don't want to be somebody who devours and destroys. അവൻ നശിപ്പിച്ചു കളയുന്നവനായി ഞാൻ തീരാതെ പണിയുന്നവനായി നിൽക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I want to be somebody who knows what is holy and unholy and what is clean and unclean. ഞാനെന്ന് വിശുദ്ധമായതും അശുദ്ധമായതിനെ കുറിച്ച് തിരിച്ചറിവുള്ളവനെ നിൽക്കുവാൻ ആഗ്രഹിക്കുന്നു. I want to be that person who wants to stand the gap. ആമേൻ. ഇടിവിൽ നിൽക്കേണ്ട വ്യക്തിയായി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. Do you want to be that person for the Lord? ഈ രാവിലെ സമയം ചോദിക്കട്ടെ, നിങ്ങൾക്ക് ആ വ്യക്തിയായി തീരുവാൻ Do you want to be that person who wants to be, hallelujah, on the side of the Lord this morning? ദൈവത്തിന്റെ മുമ്പിൽ വിശുദ്ധനായി നിൽക്കേണ്ട ആ വ്യക്തി നീയായിരിക്കാൻ ആഗ്രഹിക്കുന്നു. Hallelujah, Genesis chapter 18. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിലേക്ക് വരാം. We know the story. Let me go move ahead very fast. വളരെ വേഗത്തിൽ മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നു. Come to Genesis chapter 18. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ We know the story where God is revealing His plan to His servant Abraham. അബ്രഹാമിനോടുള്ള ദൈവത്തിന്റെ പദ്ധതികളെല്ലാം ദൈവം വെളിപ്പെടുത്തുന്ന സാഹചര്യം. You can read from verse 17 on. You will find the story what I want to open up to you this morning. 7 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഞാൻ പ്രസ്താവിക്കാൻ പോകുന്ന വിഷയങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. God has sent His angels to destroy Sodom and Gomorrah. സോദോം ഗൊമോറയെ നശിപ്പിക്കുവാൻ ദൈവം തന്റെ ദൂതന്മാരെ അവിടേക്ക് അയച്ചു. Abraham has received the angels of the Lord and they are walking down. അബ്രഹാം ദൂതന്മാരെ സ്വീകരിച്ചുകൊണ്ട് അവർ
കാഴ്ച. And now they are moving to the city of Sodom and Gomorrah. അതിനുശേഷം ആ കാലത്ത് സോദോം ഗൊമോറയിലേക്ക് പോവുകയാണ്. The plan of God is to destroy Sodom and Gomorrah. ദൈവത്തിന്റെ പദ്ധതി സോദോം ഗൊമോറയെ നശിപ്പിച്ചു A കളയാൻ. well-established city. വളരെ പണിയപ്പെട്ടതായ മനോഹരമായ ഒരു സിറ്റിയാണ്. Somebody who is related to Abraham lives in that city. എബ്രഹാമിന്റെയുമായി ബന്ധപ്പെട്ടതായ വ്യക്തികൾ ആ പട്ടണത്തിൽ ജീവിക്കുന്നുണ്ട്. Somebody who started his journey with Abraham, but now he has departed from Abraham and is living in that land. എബ്രഹാമിനോടുകൂടി യാത്ര തിരിച്ച വ്യക്തി എബ്രഹാമിനെ വിട്ടുപിരിഞ്ഞ് ആ പട്ടണത്തിൽ ഇപ്പോൾ കുടുംബമായി പാർക്കുന്നു. Abraham is revealed, God is revealing his plan to Abraham. ദൈവത്തിന്റെ പദ്ധതി ദൈവം അബ്രഹാമിനെ വെളിപ്പെടുത്തി കൊടുത്തു. Verse 17 it says, shall I hide anything from my servant Abraham? അവൻ ദൈവം ചോദിക്കുന്നു, എന്റെ ദാസനായ അബ്രഹാമിനോട് ഞാൻ മറച്ചു വെച്ചെന്തെങ്കിലും ചെയ്യുമോ? Listen to me this morning. ഇതാവനെ സമയം ശ്രദ്ധിക്കണേ. God will reveal certain plans to you. ദൈവം ചില പദ്ധതികൾ നിനക്ക് വെളിപ്പെടുത്തി തരും. What God is planning to do, he will reveal it to you. ദൈവത്തിന് ചെയ്യാനുള്ള പദ്ധതി ദൈവം വെളിപ്പെടുത്തിയിരിക്കും. This morning in the Spirit of the Lord, let me bring it to you. God is going to reveal his plans to your life. ഇതാവനെ സമയം ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ പ്ലാനുകളും പദ്ധതികളും ദൈവം നിനക്ക് വേണ്ടി വെളിപ്പെടുത്തിയിരിക്കും. God is saying, can I hide anything from my friend Abraham? ദൈവം ചോദിക്കുകയാണ്, എന്റെ സ്നേഹിതനായ അബ്രഹാമിനോട് മറച്ചു വെച്ച് ഞാൻ എന്തെങ്കിലും ചെയ്യുമോ? Are you a friend of God? നാം ദൈവത്തിന്റെ സ്നേഹിതരാണ്. Are you somebody whom God can trust? ആമേൻ. പ്രിയമുള്ളവരെ, ദൈവത്തിന് നിന്നെ വിശ്വസിക്കാൻ കൊള്ളാവുന്നവനാണോ? God will not hide anything from you. അങ്ങനെയാണെങ്കിൽ ദൈവം നിന്നിൽ ഒന്നും മറച്ചു വയ്ക്കത്തില്ല. God will reveal everything to you. ദൈവം എല്ലാം നിനക്ക് വെളിപ്പെടുത്തി തരും. Whatever is hidden, God will bring it before you. മറയപ്പെട്ട് കിടക്കുന്നതെല്ലാം ദൈവം നിനക്ക് വെളിപ്പെടുത്തി തരും. So God is speaking to Abraham. ദൈവം അബ്രഹാമിനോട് I am സംസാരിക്കുകയാണ്. going to destroy this land. ഞാൻ ഈ ദേശത്തെ നശിപ്പിക്കാനായിട്ട് All their പോവുകയാണ്. wickedness is too much. അവരുടേതായ ദോഷപ്രവർത്തികൾ വളരെ വലുതാണ്. They are lawless people. അവർ ദൈവമില്ലാത്തവരായി ജീവിക്കുകയാണ്. They do everything according to their will. അവരുടെ ഇഷ്ടപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ദുർപ്രവൃത്തി ചെയ്തവർ ജീവിക്കുന്നവരാണ്. Their sin is too much before me. എന്റെ മുമ്പാകെയുള്ള പാപങ്ങൾ വളരെ വലുതാണ്. What should Abraham do? അബ്രഹാം എന്താണ് ചെയ്തത്? Good God. ദൈവത്തിലേക്ക് നോക്കി. Abraham should have said it is a good decision, God. അബ്രഹാമിന് വേണേ പറയാം, ദൈവമേ നീ ഒരു തീരുമാനം വളരെ നല്ല തീരുമാനമാണ്. That's right. Sodom and Gomorrah, that city should not be there. ഓ സ്വതം പറയല്ലേ, ഒരു കാരണവശാലും അതവിടെ നിൽക്കുവാൻ I പാടില്ല. know, Lord, that city, they need punishment. ദൈവമേ ആ പട്ടണത്തിന് ആ ശിക്ഷ തന്നെ വരണമെന്ന് അബ്രഹാമിന് പറയാം. For many years I've been watching. Even my cousin Lord has gone there. It's not a good place. I think your decision is good. ആമേൻ. ദൈവത്തിന് അബ്രഹാമിനോട് പറയാം, ഞാൻ കുറച്ച് നാളായി ആ പട്ടണത്തെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നുണ്ട്. എന്റെ കസിനായ ലോത്തോടെ താമസിക്കുന്നുണ്ട്. അതൊക്കെ എനിക്കറിയാമെങ്കിലും ആ പട്ടണം നശിപ്പിക്കുക തന്നെ ചെയ്യണം. നീ എടുത്ത തീരുമാനം വളരെ യോഗ്യമാണ്. So many times I asked Lord to get out. അപ്പൊ ഞാൻ ലോത്തിനോട് പ്രകാശം പറഞ്ഞ് അവിടുന്ന് പുറപ്പെട്ടു പോരാൻ. This is my imagination. അതെന്റെ ഭാവനയാണ്. I asked Lord to come out. It's not a good place to be. ഞാൻ ലോത്തിനോട് പ്രകാശം പറഞ്ഞു, ലോത്തെ ഇവിടെ പാകാൻ പറ്റിയ പട്ടണമല്ല, നീ എവിടുന്ന് പുറത്തു വാ. But God, it is a good decision. You destroy it. ആമേൻ. ദൈവമേ നീ ഒരു തീരുമാനം വളരെ നല്ലതാ, നശിപ്പിച്ചു കളഞ്ഞാട്ട്. What did Abraham do? അബ്രഹാം എന്താ ചെയ്തത്? I am safe. ഞാൻ സുരക്ഷിതത്തിലാണ്. I am safe in this place. ഞാൻ ഈ ദേശത്ത് വളരെ സുരക്ഷിതമുള്ളവനാണ്. Let the Lord destroy Sodom and Gomorrah. ദൈവം സോദോമിനെ ഗൊമോറയെ നശിപ്പിക്കട്ടെ. Why should I bother? ഞാൻ എന്തിനു ഭാരപ്പെടണം? My family is safe. എന്റെ കുടുംബം രക്ഷപ്പെട്ടു. My children are safe. എന്റെ കുഞ്ഞുങ്ങളെ സുരക്ഷിതരാണ്. My servants are safe. എന്റെ വേലക്കാർ സുരക്ഷിതരാണ്. All the animals that I have, they are safe. എനിക്കുള്ള എല്ലാ മൃഗസമ്പത്തും സുരക്ഷിതരാണ്. What did Abraham do? എന്നാൽ അബ്രഹാം എന്താ ചെയ്തത്? He started bargaining with God. ദൈവത്തോട് സംസാരിക്കാൻ തുടങ്ങി. Started bargaining with God. അവൻ ദൈവത്തോട് ഇടപെടുവാനായി സംസാരിക്കാൻ തുടങ്ങി. Don't enjoy the destruction of others. ദൈവമേ മറ്റുള്ളവരുടെ തകർച്ച കണ്ട് നീ സന്തോഷിക്കരുത്. Don't enjoy the destruction of anybody. ആരുടെയും തകർച്ച കണ്ട് സന്തോഷിക്കരുത്. When God says that I'm going to destroy it, Abraham did not enjoy it. അവൻ ആ പട്ടണം നശിപ്പിക്കാൻ പോകുന്നു പറഞ്ഞപ്പോൾ അത് കേട്ട് അബ്രഹാം സന്തോഷിച്ചില്ല. Abraham started bargaining with the Almighty God. അവൻ ദൈവത്തോട് അബ്രഹാം വിലപേശാനായി തുടങ്ങി. Bargain with the Lord, child of God. ദൈവത്തോട് വിലപേശാൻ തുടങ്ങി. You will gain some things from the Lord. നീ ദൈവത്തിന്റെ നന്മ പ്രാപിക്കൂ. You are going to be that person who can change the decision of the Lord. ദൈവത്തിന്റെ തീരുമാനത്തെ മാറ്റുന്ന വ്യക്തിയായി നീ മാറപ്പെടും. Because you are talking to God, God will speak to you His plans. അവൻ നീ ദൈവത്തോട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ദൈവത്തിന്റെ പ്ലാനും പദ്ധതി ദൈവം നമ്മെ അറിയിക്കും. Abraham before the Almighty God is saying, Lord, 50, please leave them alone. അബ്രഹാം ദൈവത്തോട് പറഞ്ഞു, ദൈവമേ 50 ആൾക്കാരുണ്ടെങ്കിൽ നീ
നശിപ്പിക്കരുത്. Lord, 45, please leave them alone, don't do anything. 45 പേരുണ്ടെങ്കിൽ ദൈവമേ പട്ടണം നശിപ്പിക്കരുത്. He started bargaining and he comes to a place where he says, Lord, 10, please leave them. അങ്ങനെ ദൈവത്തോട് വിലപേശി അവസാനം പറഞ്ഞു 10 പേരുണ്ടെങ്കിൽ ആ പട്ടണം നശിപ്പിക്കരുത്. What do we do? എന്താ ചെയ്യേണ്ടത്? What do we do? നമ്മൾ എന്താ ചെയ്യുന്നത്? If we are in this situation, what do we do? നമ്മൾ ഈ സാഹചര്യത്തിലാണെങ്കിൽ എന്ത് ചെയ്യും? When God says, okay, 50, oh, at least I have 50, and let the rest die. No, Abraham did not stop there. ആമേൻ. 50 പേരുണ്ടെങ്കിൽ ആ നശിപ്പിക്കരുത് എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നശിപ്പിക്കരുത് അബ്രഹാം പറഞ്ഞില്ല. അബ്രഹാം പിന്നെ വിലപേശാൻ തുടങ്ങി. Hallelujah. He started bargaining with the Almighty God, and God started speaking to him. അബ്രഹാം പിന്നെ ഇവിടെ ദൈവത്തോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം അബ്രഹാമിനോട് സംസാരിച്ചു. Are you willing to be that person who will stand in the gap this morning? ഈ രാവിലെ സമയം ചോദിക്കട്ടെ, അതുപോലെ ഇടിവി നിൽക്കുവാൻ ഒരു വ്യക്തിയായി തീരുവാൻ നിനക്ക് മനസ്സുണ്ടോ? God has a plan to destroy Sodom and Gomorrah. സൊദോം നശിപ്പിക്കുവാൻ ദൈവത്തിന് But പദ്ധതിയുണ്ടായിരുന്നു. are you willing to be that person who will stand in the gap? ആ വ്യക്തിയെ പോലെ ഇടിവി നിൽക്കുവാൻ നിനക്ക് മനസ്സുണ്ടോ? Can you come before God and say, Lord, this and this, hallelujah, will you not be merciful, O God? ദൈവത്തിന്റെ അടുക്കലേക്ക് കടന്ന് ദൈവമേ ഇത്ര പേരുണ്ടെങ്കിൽ കരുണ തോന്നണമേ എന്ന് അപേക്ഷിക്കുവാൻ നമ്മൾ തയ്യാറാണോ? Plead before God this morning. ഈ രാവിലെ സമയം ദൈവസന്നിധിയിൽ God will have mercy on us. ദൈവം നമ്മെ കാണുവാൻ ആഗ്രഹിക്കുന്നു. God will have mercy on us. ദൈവം നമ്മോട് കരുണ കാണിക്കൂ. Plead before God. ദൈവത്തിന്റെ സന്നിധി കരയുക. Bring before God 1, 2, 10, 20, I don't know. Pray before God. God will have mercy. ദൈവത്തിന്റെ അടുക്കൽ വന്ന് 50, 40, 30 പറഞ്ഞ ദൈവത്തോട് വിലപേശാൻ തയ്യാറാകുക. ദൈവം കരുണ കാണിക്കൂ. Come to the book of Nehemiah. നെഹമ്യാവിന്റെ പുസ്തകത്തിലേക്ക് In chapter 1 and verse 4. അതിന്റെ 1-ാം അധ്യായം 4-ാം വാക്യം നാം We know the വായിക്കുമ്പോൾ story of Nehemiah. നെഹമ്യാവിന്റെ ചരിത്രം നമുക്കറിയാം. He is in the land of Susan. അവനെ ശൂഷൻ രാജധാനിയിലിരിക്കുകയാണ്. He is a cupbearer for the king. രാജാവിന്റെ പാനപാത്ര വാഹനായിട്ടിരിക്കുകയാണ്. He is in a safe place. വളരെ സുരക്ഷിതമായ ഒരു സ്ഥലത്താണ്. He don't have to worry about his food and clothing and a place to stay. അവന്റെ വസ്ത്രത്തെ കുറിച്ചോ ആഹാരത്തെ കുറിച്ചോ താമസത്തെ കുറിച്ചോ അവന് ഭാരപ്പെടേണ്ട ആവശ്യമില്ല. He don't have to be afraid of anything which is happening outside of him. അവന്റെ പുറത്ത് സംഭവിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ചും അവൻ വ്യാകുലപ്പെടേണ്ട ആവശ്യമുള്ളവനല്ല. But he was disturbed when he heard about his people. അവന്റെ ജനത്തിന്റെ അവസ്ഥകളെ കുറിച്ച് കേട്ടപ്പോൾ അവന് അടങ്ങിയിരിക്കുവാൻ കഴിഞ്ഞില്ല. അവന്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടു. Some of his friends who came from Jerusalem, he started talking to them about the condition of God's people in Israel. യെരൂശലേമിൽ നിന്ന് വന്ന സ്നേഹിതന്മാർ അവിടുത്തെ വർത്തമാനങ്ങൾ പറഞ്ഞപ്പോൾ അവന്റെ ഹൃദയം വേദനിക്കുവാനായിട്ട് തുടങ്ങി. Nehemiah wants to know what is happening in the land of Jerusalem. നെഹമ്യാവിന് അറിയണം യെരൂശലേമിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. Hallelujah. He wants to know how the people who escaped the captivity, who were left behind, how they are doing. ആമി പ്രവാസത്തിൽ നിന്ന് തെറ്റി വന്നതായ ജനം ഇപ്പോൾ അവിടെ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് അറിയുവാൻ നെഹമ്യാവിന് വളരെ താല്പര്യമുണ്ടായിരുന്നു. He wants to know the condition of God's people. ദൈവജനത്തിന്റെ അവസ്ഥ എങ്ങനെ ഇരിക്കുന്നു അറിയുവാൻ ആഗ്രഹം നമുക്കുണ്ടോ? What do you want to know? നമുക്ക് എന്താ അറിയേണ്ടത്? What do you want to know? ദൈവത്തിലെ നിനക്ക് എന്താ അറിയേണ്ടത്? When we talk to people, what do we want to know? മറ്റുള്ളവരുമായി നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് അറിയേണ്ടത് എന്താണ്? Almighty is watching. ദൈവം അത് കണ്ടുകൊണ്ടിരിക്കുക. God is watching. ദൈവം കണ്ടുകൊണ്ടിരിക്കുക. And Nehemiah wants to find out how my people are. നെഹമ്യാവിന് അറിയേണ്ടത് അവിടെയുള്ള ദൈവജനം എങ്ങനെ ഇരിക്കുന്നു. Nehemiah wants to know how the walls and the doors of Jerusalem are. യെരൂശലേമിന്റെ മതിലുകളും അതിന്റെ വാതിലുകളുടെയും അവസ്ഥ എങ്ങനെ ഇരിക്കുന്നു എന്ന് നെഹമ്യാവിന് അറിയേണ്ടത്. He found out that the walls are broken down. അവന്റെ തിരിച്ചറിഞ്ഞു മതിൽ ഇടിഞ്ഞു He കിടക്കുകയാണ്. found out that the gates are burned out. അവന് മനസ്സിലായി അതിന്റെ വാതിലുകൾ തീവെട്ട് ചുറ്റുകളഞ്ഞിരിക്കുകയാണ്. What did Nehemiah do? നെഹമ്യാവ് എന്താണ് ചെയ്തത്? Verse 4 onward we read. 4 മുതൽ നമ്മൾ വായിക്കുമ്പോൾ Hallelujah. When he heard this, അവൻ ഈ വർത്തമാനം കേട്ടപ്പോൾ hallelujah, he sat down and wept. അവൻ ഇരുന്ന് കരഞ്ഞു. He mourned for many അവൻ days. കുറച്ചു നാൾ ഇരുന്ന് കരഞ്ഞു. The word of God says he fasted and prayed. ആ ദൈവവചനം പറയുന്നു അവൻ ഉപവസിച്ചു പ്രാർത്ഥിച്ചു. He fasted and prayed. അവൻ ഉപവസിച്ചു പ്രാർത്ഥിച്ചു. When you see situations which are not good, sit before God, fast and pray. God will bring a change. സാഹചര്യങ്ങൾ പ്രതികൂലമായി തീരുന്നത് കാണുമ്പോൾ
ദൈവ പൈതലെ ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും തയ്യാറാകാമെങ്കിൽ ദൈവ സാഹചര്യങ്ങളെ വ്യത്യസ്തമായി മാറ്റും. When you see things are not very encouraging, weep and cry before God. God will bring a change in that situation. സാഹചര്യങ്ങൾ ഉത്സാഹകരമല്ല എന്ന് കാണുമ്പോൾ ദൈവസന്നിധിയിൽ കരയുവാനും പ്രാർത്ഥിപ്പാനും ഉപവസിക്കുവാനും തയ്യാറാകട്ടെ. Nehemiah was willing to stand in the gap for the people of Jerusalem. യെരൂശലേമിലുള്ള ജനത്തിനു വേണ്ടി നെഹമ്യാവ് ഇടിവിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. Will you be that person this morning? ഈ രാവിലെ സമയപ്രകാരമുള്ള ഒരു വ്യക്തിയായി നിങ്ങളായിരിക്കുന്നു. When you see the walls are broken down, will you stand in the gap this morning? ഈ രാവിലെ സമയം ചോദിക്കട്ടെ, ആമീൻ, തകർന്നു കിടക്കുന്ന അവസ്ഥകളെ കണ്ടുകൊണ്ട് ഇടിവിൽ നിൽക്കുവാൻ നിങ്ങൾ തയ്യാറാണോ? When you hear that the gates are burned down, will you be that person who will stand in the gap? ആമീൻ, വാതിലുകൾ തീ കൊണ്ട് ചുട്ടുകിടന്ന് കഴിഞ്ഞു എന്ന് കേൾക്കുമ്പോൾ ഇടിവിൽ നിൽക്കുവാൻ തയ്യാറാകുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? When you hear that the people in Jerusalem, they are living in an embarrassment and shame, will you decide to stand in the gap for that people? യെരൂശലേമിലെ ജനം വലിയ കഷ്ടത്തിലും അപമാനത്തിലും കഴിയുന്നത് കേൾക്കുമ്പോൾ ഇടിവിൽ നിൽക്കുവാൻ തയ്യാറാകുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? Hallelujah. Will you be that person this morning? ഈ രാവിലെ സമയം അങ്ങനെയുള്ള ഒരു വ്യക്തിയാണോ നിങ്ങൾ? God is looking for somebody to stand in the gap. ദൈവം നോക്കുകയാണ് ഇടിവിൽ നിൽക്കുവാൻ God is looking for your family to stand in the gap. ദൈവം നിങ്ങളുടെ കുടുംബത്തെ ശ്രദ്ധിക്കുകയാണ് ഇടിവിൽ നിൽക്കുവാൻ. God will use you, child of God. ദൈവം തന്നെ ഉപയോഗിക്കൂ. Impossibilities God will make into possibilities. അസാധ്യകരമായ കാര്യങ്ങളെ ദൈവം നമുക്ക് വേണ്ടി സാധ്യമാക്കി God തരും. will make everything favorable for you to build up the walls and the gates. ആമീൻ. വാതിലുകൾ പണിയപ്പെടുവാനും ഈ മതിലുകൾ പണിയപ്പെടുവാനും ആവശ്യമായിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളെയും ദൈവം നമുക്ക് അനുകൂലമാക്കി തരും. 1 Samuel chapter 17 and verse 8. 1 ശമൂവേൽ 17 8 വാക്യത്തിലേക്ക് കടന്നു We വരുമ്പോൾ know the story of Goliath. ഗോലിയാത്തിന്റെ കഥ നമുക്കറിയാം. As a challenge happening before the people. ദൈവജനത്തിന് മുമ്പാകെ വളരെ ശക്തമായിരിക്കുന്ന ഒരു വെല്ലുവിളി ഉയർന്നു വരികയാണ്. A big army of Israelites are before Goliath. ഗോലിയാത്തിന് മുമ്പിൽ ഇസ്രായേൽ ജനം നിൽക്കുന്ന സാഹചര്യം. King Saul is before this Goliath. ഗോലിയാത്തിന്റെ മുമ്പിൽ രാജാവായ ശൗല് നിൽക്കുകയാണ്. Anointed one of God. ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ടവൻ. An army of God before Goliath. ആ ഗോലിയാത്തിന് ചുറ്റും ഒരു സൈന്യം നിൽക്കുകയാണ്. But nobody wants to fight him. എന്നാൽ ആർക്കും അവനോട് എതിരിടുവാൻ താല്പര്യമില്ല. A challenge which is there for many, many days. പല ദിവസങ്ങളായിട്ടുള്ള വെല്ലുവിളി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. Nobody wants to take up this challenge. ഈ വെല്ലുവിളി സ്വീകരിക്കുവാൻ ഒരു വ്യക്തി പോലും തയ്യാറല്ല. Are you anointed to take up this challenge? ഈ വെല്ലുവിളി ഏറ്റെടുക്കുവാൻ അഭിഷേകം ചെയ്ത വ്യക്തിയാണോ നിങ്ങൾ? You may be hearing challenges for many, many years. കഴിഞ്ഞ പല വർഷങ്ങളായിട്ട് വെല്ലുവിളികളെ കേൾക്കുന്ന ഒരു ദൈവമേലായിരിക്കാൻ You as a child of God, you may be hearing too many challenges against you. നിനക്കെതിരായി ഉയർന്ന അനേക വെല്ലുവിളികളെ വർഷങ്ങളായി കേൾക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. The devil may be raising up so many, many challenges against your life. നിന്റെ ജീവിതത്തിനെതിരായി ഉയർന്ന ഒത്തിരി വെല്ലുവിളികളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. But there is an anointed one which can destroy Goliath. അവർക്ക് ആർക്കും ഗോലിയാത്തിനെ നശിപ്പിക്കുവാനായി കഴിയാതിരുന്നപ്പോൾ An anointed one from God will destroy Goliath. എന്നാ ദൈവത്തിൽ നിന്ന് അഭിഷേകം പ്രാപിച്ച ഒരുവൻ ഗോലിയാത്തിനെ കൊല്ലുവാൻ തയ്യാറായി. Are you the anointed one in your family? നിങ്ങളുടെ കുടുംബത്തിൽ അഭിഷേകം പ്രാപിച്ച വ്യക്തി നീയാണോ? Are you the anointed one in your generation? നിങ്ങളുടെ തലമുറയിൽ അഭിഷേകം പ്രാപിച്ച വ്യക്തി നീയാണോ? Are you the anointed one whom God is looking for? ദൈവം നോക്കുന്ന അഭിഷക്തൻ നീയാണോ? There may be thousands and hundreds strong people around you, but God is looking for an anointed one this morning. നിങ്ങളുടെ ചുറ്റുപാട് ശക്തന്മാരായ ആയിരങ്ങളോ പതിനായിരങ്ങളോ ഉണ്ടായിരിക്കട്ടെ, ദൈവം നോക്കുന്നത് അഭിഷക്തനായ ഒരുവനെയാണ്. There may be people who are trained in warfare and everything standing before Goliath, but God this day is looking for an anointed one. നിങ്ങളുടെ ചുറ്റുപാട് യുദ്ധങ്ങളെ കുറിച്ച് പരിചയവും തരക്കമുള്ള അനേകർ ഉണ്ടായിരിക്കും, പക്ഷേ ദൈവം നോക്കുന്നത് അഭിഷക്തനായ ഒരുവനെയാണ്. If you are anointed, Goliath will fall before you. നീ അഭിഷക്തനായ ഒരുവനാണെങ്കിൽ നിന്റെ മുമ്പാകെ നിൽക്കുന്ന ഗോലിയാത്ത് നിലംപരിചാകും. The Goliath may be bringing challenge for many, many years,
but once you walk in, God will bring Goliath down before you. വർഷങ്ങളായി വെല്ലുവിളിക്കുന്ന ചില ഗോലിയാത്തുമാർ അഭിഷേകം പ്രാപിച്ചതിന്റെ മുമ്പിൽ വീഴുവാനിടയായി തീരും. What is the challenge that you are facing today? ഈ രാവിലെ സമയം നിങ്ങൾ എന്ത് വെല്ലുവിളിയാണ് What കേട്ടുകൊണ്ടിരിക്കുന്നത്? are the challenges that you are facing in your family today? ഈ ദിവസങ്ങൾ നിങ്ങളുടെ കുടുംബത്തിനെതിരായി കേൾക്കുന്ന വെല്ലുവിളി എന്താണ്? Are you the anointed one? നീയാണോ അഭിഷേകം Are പ്രാപിച്ചവൻ? you the anointed one? നീയാണോ അഭിഷേകം പ്രാപിച്ചവൻ? God will bring Goliath down before you. അങ്ങനെയാണെങ്കിൽ ഗോലിയാത്തിനെ നിന്റെ മുമ്പാകെ വീഴിക്കുവാൻ When you walk before Goliath in the strength of the Lord, God will bring him down. ദൈവത്തിന്റെ ബലത്താൽ ഗോലിയാത്തിനെ നേരിട്ടാൽ അവൻ നിലംപരിയായി തീരും. Will you be that person who will stand in the gap this morning? ഈ രാവിലെ സമയം ഇടിവിൽ നിൽക്കുന്ന വ്യക്തി നീയാണോ? Will you be that person who will stand in the gap for the Lord? ദൈവത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ ദൈവം തെരഞ്ഞെടുത്ത വ്യക്തി നീയാണോ? In 1 Timothy chapter 2 and verse 5. 1 തീമോഥെയോസിലെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ Verse 5. 5-ാമത്തെ വാക്യം. Verse 2 and verse 5. Chapter 2 and verse 5. 2-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. One God, one mediator. ഒരു ദൈവവും ഒരു മധ്യസ്ഥനും. We have a mediator. നമുക്കൊരു മധ്യസ്ഥനുണ്ട്. Oh, I love this word. നമുക്കൊരു മധ്യസ്ഥനുണ്ട്. When I was in sin, he came as a mediator for me. ഞാൻ പാപത്തിലായിരുന്നപ്പോൾ അവൻ എനിക്ക് വേണ്ടി വന്നു. When nobody wanted me, he looked upon me. ആർക്കും എന്നെ വേണ്ടാതിരുന്നപ്പോൾ അവൻ എന്നെ കണ്ടു. Hallelujah. When nobody wanted to die for me, he gave it all on the cross of Calvary. ആരും എനിക്ക് വേണ്ടി മരിക്കാതിരുന്നപ്പോൾ അവൻ എനിക്ക് വേണ്ടി മരിച്ചു. When I was deep down in the pit, he, hallelujah, brought his hands down and lifted me up from the pit. ഞാൻ ഏറ്റവും കൂടുതൽ തെറ്റി താണുകൊണ്ടിരുന്നപ്പോൾ അവൻ അവിടുന്ന് എനിക്ക് കരം നീട്ടി എന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. He is my mediator. അവനാണ് എന്റെ മധ്യസ്ഥൻ. He sends his word and heals all my diseases. അവൻ എനിക്ക് വേണ്ടി കടമുമ്പിലേക്ക് വന്ന് എന്നെ സഹായിച്ചവനാണ്. He sends his word and heals all my diseases. അവനെ തന്റെ വചനം അകച്ച് എന്നെ സൗഖ്യമാക്കുന്നവനാണ്. He is my mediator. അവനാണ് എന്റെ മധ്യസ്ഥൻ. He is the one who has gone to prepare a place for me. എനിക്ക് വേണ്ടി സ്ഥലമൊരുക്കുവാൻ പോയിരിക്കുന്ന വ്യക്തി അവനാണ്. I'm not anxious about anything because he is preparing a place for me. ഞാൻ വേറെ ഒന്നിനെ കുറിച്ച് ചിന്താകുലായി തീരുന്നില്ല. അവൻ എനിക്ക് വേണ്ടി I സ്ഥലമൊരുക്കുന്നു. would have died in my sin. ഞാൻ എന്റെ പാപത്തിൽ മരിക്കപ്പെടേണ്ടതായിരുന്നു. He had mercy on me. എന്നാൽ എന്നോട് അവൻ കരുണ He കാണിച്ചു. came and stood between me and God. അവൻ എനിക്ക് വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചിരുന്നു. He came and stood for me in between God and me. He stood in between. എനിക്കും ദൈവത്തിനും മധ്യേ അവൻ എനിക്ക് വേണ്ടി മധ്യസ്ഥനായി നിന്നു. When God wanted to punish me, ദൈവനെ ശിക്ഷിക്കുവാൻ ആഗ്രഹിച്ചപ്പോൾ God said, Jesus said, I have done it all. യേശു പറഞ്ഞു, ഞാൻ സകലതും അവന് വേണ്ടി ചെയ്തു. Don't punish him, I have finished it all. അവനെ ശിക്ഷിക്കരുത്, ഞാൻ ആ ശിക്ഷ ഏറ്റെടുത്തതാണ്. When I was not ready to receive, hallelujah, his love and grace, Jesus said, give it to him because I have fulfilled it. ഞാൻ ഒന്നൊരു നന്മയും പ്രാപിക്കുവാൻ യോഗ്യനല്ലാതിരിക്കുമ്പോൾ യേശു പറഞ്ഞു, ഞാൻ അതിനു വേണ്ടി എല്ലാം സഹിച്ചവനാണ്. അവന് കൃപയും കരുണയും കൊടുത്താലോ. On the cross of Golgotha, on the cross of Calvary, ക്രൂശില്, on the cross of Calvary, കാൽവറി ക്രൂശില്, on the mountain of Golgotha, ഗോൽഗോഥാ മലമുകളിൽ he stood in the gap for you and me. അവൻ എനിക്ക് നിനക്ക് വേണ്ടി ഇടിവി നിൽക്കുവാൻ. He stood in the gap for you and me. അവൻ എനിക്ക് നിനക്ക് വേണ്ടി ആ ഗ്യാപ്പിൽ നിന്നു. It brought salvation to me. എനിക്ക് വേണ്ടി രക്ഷയെ നൽകി It തന്നു. brought eternal life to me. എനിക്ക് നിത്യജീവനെ നൽകി തന്നു. Oh, what a gospel. എല്ലാം ദൈവത്തിന്റെ പദ്ധതികളാണ്. Oh, what a gospel of God. ദൈവത്തിന്റെ അതാണ് സുവിശേഷം എന്ന് പറയുന്നത്. He stood in the gap for me before അവൻ God. എനിക്ക് നിനക്ക് വേണ്ടി ദൈവത്തിന്റെ സന്നിധിയിൽ മീഡിയേറ്റർ ആയിട്ട് അവൻ നിന്നു. He laid his hands and said, Abba, I have fulfilled it all. അവൻ കരങ്ങളെ നീട്ടിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, പിതാവേ, സകലവും നിവർത്തിയായി. Jesus stood in the gap for you, child of God. യേശു നിനക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ. Oh, Jesus stood in the gap for you and me, child of God. ദൈവമേ, യേശു എനിക്ക് നിനക്ക് വേണ്ടി ആ ഇടിവിൽ നിൽക്കുവാൻ. Hallelujah, hallelujah, hallelujah. When I was in sin, when I was still in darkness,
he chose to love me. ഞാൻ പാപത്തിലും ഞാൻ അന്ധകാരത്തിലുമായിരുന്നപ്പോൾ അവൻ എനിക്ക് വേണ്ടി ഇടിമി നിൽക്കുവാനിടയായി. Hallelujah. He stood in the gap for us. ഓ, അവൻ നമുക്ക് വേണ്ടി ഇടിമി നിന്നു. He is our mediator. അവൻ നമ്മുടെ മധ്യസ്ഥനാണ്. Hallelujah. He completed everything. അവൻ സകലം നമുക്ക് വേണ്ടി He fulfilled everything for you and me. അവൻ നമുക്ക് വേണ്ടി സകലം നിവർത്തിച്ചു. He's going to come back. അവൻ രണ്ടാമത് വരാൻ പോകുകയാണ്. He's going to come back. അവൻ വീണ്ടും വരും. He has promised. അവൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. He has promised. അവന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. I will come. ഞാൻ വരും. I will come. ഞാൻ വരും. Hallelujah. I'm going to come for my bride. ഞാൻ എന്റെ സഭയെ ചേർക്കാനായിട്ട് I'm going വരും. to come for my bride. ഞാൻ എന്റെ കാന്തയെ ചേർക്കാനായി വരും. His coming is very close. അവന്റെ വരവേറ്റവും ആസന്നമായി. Are you ready? നമ്മൾ തയ്യാറാണോ? Are you ready? നമ്മൾ തയ്യാറാണോ? If now the trumpet blows, will you make it? ഈ സമയ കാഹളം ധ്വനിച്ച നമ്മൾ റെഡിയാണോ? If the trumpet blows at this moment, are you ready? ഈ സമയ കാഹളം ധ്വനിച്ച ഞാൻ തയ്യാറാണോ? Hallelujah. He has finished it all for you, child of God. ദൈവവേദനയെ അവൻ നമുക്ക് വേണ്ടി ചെയ്യേണ്ടതെല്ലാം ചെയ്തു. Are you ready for him? നമ്മൾ അവനെ സ്വീകരിപ്പാൻ തയ്യാറാണോ? The one who promised he will come. ഓ, വരുമെന്ന് പറഞ്ഞവൻ അവൻ വരും. Hallelujah. He will not delay. അവന് താമസിക്കുകയില്ല. But are you ready? നാം തയ്യാറായിട്ടുണ്ടോ? Are you ready, child of നാം God? ദൈവവേദനയെ റെഡിയായിട്ടുണ്ടോ? Hallelujah. This morning, the word of God has come to you. ഈ രാവിലെ സമയം ദൈവവചനം നമ്മിലേക്ക് കടന്നു വരികയാണ്. Hallelujah. God is looking for people to stand in the gap. ദൈവം നോക്കുകയാണ് ഇവിടെ ഇടിമി നിൽക്കുവാൻ ആരെങ്കിലും ഉണ്ടോ? Jesus is the best example. യേശു ക്രിസ്തു ഏറ്റവും നല്ല ഉദാഹരണമാണ്. He sacrificed himself. അവൻ തന്നെത്താൻ ഒരു യാഗമായി തീർന്നു. Hallelujah. Before, hallelujah, his killers, the people who wanted to crucify him, the people who wanted to judge him, he just stood still. He did not say a word. അവനെ ക്രൂശിക്കുവാൻ തുടങ്ങുമ്പോൾ വിസ്തരിക്കപ്പെട്ടതൊക്കെ മുമ്പിൽ അവൻ വായ തുറക്കാതെ മൗനമായി നിന്നു. Hallelujah. He's the best example for us. അവൻ നമുക്ക് വേണ്ടി ഏറ്റവും നല്ല ഉദാഹരണമാണ്. He's the best example for us. നമുക്കുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ്. He came and gave everything for us. അവൻ വന്നു, നമുക്ക് വേണ്ടി ചെയ്യേണ്ടതെല്ലാം ചെയ്തു. He fulfilled God's demands through his life. അവന്റെ ജീവിതം കൊണ്ട് ദൈവം പ്രതീക്ഷിച്ചതും ആഗ്രഹിച്ചതും മുഴുവൻ യേശു പൂർത്തീകരിച്ചു. The word of God teaches us. ഈ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. Because he was obedient to death. ദൈവത്തിലെ ക്രൂശിലെ മരണത്തോളം അവൻ അനുസരണമുള്ളവനായിരുന്നു. God gave him a name which is above every other ദൈവം name. എല്ലാ നാമത്തിലും മേലായ നാമം അവന് നൽകി. A name before him every knee shall bow. എല്ലാ മുഴങ്കാലും മടങ്ങത്തക്ക നിലയിലുള്ളൊരു നാമം. Hallelujah. Because he was obedient to the death of Calvary. ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനാണ്. God raised him up. ദൈവം അവനെ മരണത്തിൽ എഴുന്നേൽപ്പിച്ചു. God glorified him ദൈവം അവനെ മഹത്വീകരിച്ചു. and gave him a name above every other name. ഏറ്റവും ശ്രേഷ്ഠകരമായ എല്ലാ നാമത്തിലും മേലായ നാമം നൽകി മാനിച്ചു. Would you pray this morning with me? എന്നോട് ചേർന്ന് രാവിലെ സമയം പ്രാർത്ഥിക്കും. Lord, I want to be that person. കർത്താവേ, ഞാൻ ആ വ്യക്തിയായി തീരുവാൻ I ആഗ്രഹിക്കുന്നു. want to stand in the gap. ഞാൻ ഇടിമി നിൽക്കുവാൻ I want to തീരുമാനിക്കുന്നു. build the walls. ആ ഇടിഞ്ഞു കിടക്കുന്ന മതിലുകളെ പണിയുവാൻ ഞാൻ തയ്യാറാണ്. I don't want you to destroy this nation, oh God. ഓ, ദൈവത്തിന്റെ രാജ്യം നശിപ്പിക്കുന്ന വ്യക്തിയായി ഞാൻ മാറാൻ ആഗ്രഹിക്കുന്നു. I do not want you to destroy this land. ദൈവമേ, ഈ ദേശത്തെ നീ നശിപ്പിക്കുവാൻ പാടുള്ളതല്ല. I want to stand in the gap. ഞാൻ ഇടിമി നിൽക്കാൻ തയ്യാറാണ്. Let me be that person. ഞാൻ ആ വ്യക്തിയായി തീരുവാൻ Let my ആഗ്രഹിക്കുന്നു. family be that family, oh എന്റെ God. കുടുംബം അതിനായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നു. We want to build, oh God. ഞങ്ങൾക്ക് പണിയാൻ ആഗ്രഹിക്കുന്നു. We want to build, the Lord. ഞാൻ ക്രിസ്തുവിൽ പണിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. We want to stand before you on behalf of ഓ, you. ദൈവത്തിന് മുമ്പാകെ നിൽക്കുവാൻ ഞങ്ങൾ തയ്യാറാണ്. Would you pray this morning? ഈ രാവിലെ സമയം അങ്ങനെ ആര് പ്രാർത്ഥിക്കും? God will use you. ദൈവം നിങ്ങളെ ഉപയോഗിക്കും. God will use your family. ദൈവം നിങ്ങളുടെ കുടുംബത്തെ ഉപയോഗിക്കും. God will use your children. ദൈവം നിങ്ങളുടെ തലമുറയെ ഉപയോഗിക്കും. There will be mighty men of God before God. ദൈവത്തിന്റെ സന്നദ്ധയിൽ ശക്തിയുള്ള ഒരു വ്യക്തിയായി Let's surrender our lives this morning. ഈ രാവിലെ സമയം